ഇന്നലെ നിയമസഭയിൽ കേട്ട ഒരു മുദ്രാവാക്യമാണ് തള്ളു വേണ്ട, ആരോഗ്യം വെന്റിലേറ്ററിലാണ്. വലിയ ചർച്ചയാണ് നടന്നത്. അമീബ മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ചുള്ള ചർച്ചകളും അതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന ബിന്ദുവിൻ്റെ മരണവുമായി ബന്ധപ്പെടുത്തി തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ ഒത്തിരി പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ഇപ്പോൾ വളരെ വലിയ തോതിൽ പനികൾ റിപ്പോർട്ട് ചെയ്യുന്നത്, മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് എന്നൊക്കെ വെച്ചുകൊണ്ട് ഇന്നലെ അസംബ്ലിയിൽ വലിയ തർക്കമാണ് നടന്നത്. നമ്മുടെ പിന്നെ മണ്ണാർക്കാട് MLA ആയിരുന്ന ഷംസുദ്ദീനോട് മന്ത്രി വീണ ജോർജിൻ്റെ ഒരൊറ്റ ചോദ്യം, അത് മതി ഇന്നലെ നിയമസഭാ സമ്മേളനത്തിൽ കലാശത്തിന് വഴിതെളിയാൻ, അങ്ങ് മണ്ഡലത്തിലൊന്നും ഇല്ലേ എന്ന് പരിഹസിച്ചുകൊണ്ടാണ് ഷംസുദ്ദീനോട് ചോദിച്ചത്. എന്തായാലും ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് സ്പീക്കറുടെ അടുത്ത് ചെന്ന് നീങ്ങിയ ഷംസുദ്ദീൻ ഇതിനിടെ പറഞ്ഞ ഏതോ വാക്ക് സഭയിൽ പറയാവുന്നതല്ലെന്ന് ഓർപ്പിച്ച സ്പീക്കർ വിലക്കി. എന്തായാലും ഞൊടിയിടയ്ക്കുള്ളിലാണ് സഭാന്തരീക്ഷം പ്രക്ഷുബ്ധമായതും ബഹിഷ്കരണത്തിലേക്ക് വീഴുന്നതും. അപ്പോൾ ഇന്നലെ ഷംസുദ്ദീനും മണ്ണാർക്കാട് MLA ഷംസുദ്ദീനും നമ്മുടെ ലീഗിലെ ഷംസുദ്ദീനും അതുപോലെ തന്നെ വീണ ജോർജ് തമ്മിലുള്ള കൊരുപ്പ് നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിലാണ് തർക്കം വന്നത്. അമീബ മസ്തിഷ്ക ജ്വരം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്നതും അതുപോലെ തന്നെ ഉപക്ഷേപം കൊണ്ടുവന്നതും ഷംസുദ്ദീനാണ്. അപ്പോൾ ഷംസുദ്ദീൻ കൊണ്ടുവന്ന് ഇത് കാര്യങ്ങൾ പ്രമേയം കൊണ്ടുവന്നു, ഉപക്ഷേപം കൊണ്ടുവന്നു, നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ വിഷയം നന്നായി അവതരിപ്പിച്ച് അതേസമയം തോണ്ടിയും ആരോഗ്യവകുപ്പിനെ തോണ്ടിയും പരിഹസിച്ചുമൊക്കെയാണ് അദ്ദേഹം ഈ വിഷയം അവതരിപ്പിച്ചത്. ഉടൻ തന്നെ മുൻ ആരോഗ്യമന്ത്രി രാജീവ് സദാനന്ദൻ്റെ വാക്കുകളും ഉദ്ധരിച്ചു, നമ്മൾ ഷംസുദ്ദീൻ ഉദ്ധരിച്ചു. കേരളത്തിൻ്റെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ്, വലിയ പ്രതിസന്ധിയിലേക്കാണ് കേരളം പോകുന്നത് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതിനെ വീണ ജോർജിൻ്റെ കൈവശം വടിയുണ്ടാവുമെന്ന് മറുപടി പ്രസംഗത്തിൽ പാലക്കാട് നിന്ന് ആരോഗ്യവകുപ്പിൻ്റെ യോഗങ്ങളും കണക്ക് രേഖകൾ സഹിതം സഭയിൽ നിർത്തിയിട്ടുണ്ടായിരുന്ന ചോദ്യം. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇതിൽ വിഷ്ണുനാഥ് വലിയ താത്വികമായിട്ടൊക്കെ വർത്തമാനം പറയുന്നതാണ്. വിഷ്ണുനാഥും മന്ത്രിയെ ഓർപ്പിക്കുന്നുണ്ടായിരുന്ന ചില കാര്യങ്ങൾ, അധികാരം ഔചിത്യത്തെ ഇല്ലാതാക്കുമെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ ആശുപത്രി കെട്ടിടത്തിൻ്റെ സംഭവം ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ വളരെ വലിയ തോതിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ആന്ധ്രയിൽ സ്ത്രീ ശാക്തീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത് ആശയപരമായ ഉൾക്കരുത്ത് വർദ്ധിപ്പിച്ച് നടത്തിയ കെ ശാന്തകുമാരിക്ക് നിയമസഭാ കവാടത്തിൽ മെത്തവരിച്ച് സത്യാഗ്രഹം കിടക്കുന്ന 2 പ്രതിപക്ഷ സാമാജികരെ കണ്ടപ്പോൾ ധാർമ്മിക രോഷം ഉണർന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇന്നലത്തെ അസംബ്ലിയിലെ കഥകൾ കേട്ടാൽ വളരെ രസകരമാണ്. അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാൻ കുട്ടനാട് MLA തോമസ് കെ തോമസിൻ്റെ പ്രത്യേക സിദ്ധിയാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടാൻ കാരണം വിഷയദാരിദ്ര്യമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പറയാം. എന്തായാലും തള്ളിയാലും നീങ്ങാത്ത നിലയിലാണ് വണ്ടിയാണ് UDF എന്നായിരുന്നു സലാമിൻ്റെ പരിഹാസം. അപ്പോൾ ചുരുക്കത്തിൽ ഇന്നലെ അസംബ്ലിയിൽ വളരെ വലിയ തോതിലാണ് ആരോഗ്യവകുപ്പിനെക്കുറിച്ചുള്ള ഒരുപാട് ചർച്ചകൾ നടന്നതും പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ആരോഗ്യവകുപ്പ് നിരവധി കാരണങ്ങളാൽ ഇപ്പോൾ എയറിലാണ്. ആരോഗ്യമേഖല തകർന്നെന്ന് പ്രതിപക്ഷവും മികച്ചതെന്ന് മന്ത്രിയും. ഷംസുദ്ദീൻ്റെ തുടക്കത്തിലാണ് മണ്ണാർക്കാട് MLA ഷംസുദ്ദീൻ്റെ വിഷയം കൊണ്ടാണ് തുടങ്ങിയത്. അത് വലിയ വിവാദങ്ങളിലേക്ക് പോയി. എന്തായാലും കേരളം ചർച്ച ചെയ്യട്ടെ. നമ്മുടെ ആശുപത്രി സംവിധാനങ്ങൾ കുറേ മെച്ചപ്പെടുന്നുണ്ടെങ്കിലും അവിടെ കിട്ടുന്ന സേവന മേഖലകൾ ഇനിയും എത്ര കണ്ട് മെച്ചപ്പെടാനുണ്ട് എന്നുള്ളത് ഗൗരവമായ ഒരു വിഷയം തന്നെയാണ്.